ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്, ഈ സീരിയൽ വളരെ മോശമായിക്കൊണ്ടാണ് പോയിരിക്കുന്നതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. പക്ഷേ എല്ലാവരും എപ്പോഴും പറയുമ്പോൾ തന്നെ പറയാം, യൂട്യൂബിൽ നമ്മുടെ റവന്യൂ ആണല്ലോ പ്രശ്നം. അപ്പോൾ ഈ സീരിയലിൻ്റെ കഥ പറയുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം റവന്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവരും പേടിക്കണ്ട, ഈ സീരിയൽ കഴിയാറായിട്ടുണ്ട്, കുറച്ചുകൂടിയേ ഉള്ളൂ. ആകെ ഒരു 10-25 എപ്പിസോഡ് കൂടിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവർ കഥ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ മോശമാക്കിയത് വളരെ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കാണിക്കുന്നതൊക്കെ ഞാൻ മാക്സിമം നന്നായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത്രയും ശോകമുഖമായിട്ടാണ് ഇവർ കാണിക്കുന്നത്. കാരണം അത്രയും ഓവറായിട്ടാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. അപ്പോൾ നമുക്ക് കഥയിലോട്ടേക്ക് പോട്ടോ. അങ്ങനെ മലറിനെ സിദ്ധാർത്ഥ് രക്ഷിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ചന്ദ്രികയും ലക്ഷ്മിയൊക്കെ ചേർന്ന് അവളെ സ്നേഹിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് കുഞ്ഞിനോട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥാണ് പറയുന്നത്, ആ മഹേഷ് ഞാനുണ്ടായിരുന്ന മുറിയുടെ ബാത്റൂമിൽ ഇവളെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം പോലും ആ റാസ്കലിനെ വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ ചന്ദ്രിക മലറിനോട് ചോദിക്കുകയാണ്, മലർ, എന്തിനാ നിന്നെ മഹേഷ് ആ റൂമിൽ പൂട്ടിയിട്ടത്? മലരും അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചന്ദ്രികയോടും ബാക്കിയുള്ളവരോടൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയുടെ ഫോണിൽ സിദ്ധു വിളിച്ച സമയത്ത് എടുത്തതും എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ കാട്ടിലെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിനോട് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പുതിയ നമ്പറിൽ വിളിക്കുന്നതെന്ന്. അങ്ങനെ ശേഷം ഒറിജിനൽ സിദ്ധാർത്ഥാണ് വിളിക്കുന്നതെന്നൊക്കെ അവൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അകത്ത് പോയിട്ട് മറ്റേ ആളോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മഹേഷ് അവിടെ വെച്ച് മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്, കൊല്ലുന്നൊക്കെ. അപ്പോൾ മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, നീ യഥാർത്ഥ സിദ്ധു അല്ലെങ്കിൽ പിന്നെ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് മഹേഷ് പറയാണ്, ഞാൻ നിൻ്റെ സിദ്ധു എന്നല്ല, ഞാൻ നിൻ്റെ ഒറിജിനൽ അച്ഛൻ മഹേഷാണെന്ന്. അതിനുശേഷം താൻ എല്ലാവരോടും ഇക്കാര്യം പറയുമെന്ന് പറഞ്ഞ സമയത്ത് മഹേഷ് തന്നെ ബാത്റൂമിൽ അടച്ച് പൂട്ടിയതാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു സർ, ഇനി ആ മഹേഷിനെ വെറുതെ വിടാൻ പാടില്ല. ചന്ദ്രിക, അവൻ്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. തൽക്കാലം മലറിനെ ഒന്ന് ആശ്വസിപ്പിക്കുക. മലർ, ഒന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മുടെ ഇതിനു മുൻപ് വന്ന സമയത്തും കല്യാണം നിന്നുപോയതാണ്. കല്യാണ മണ്ഡപം വരെ വന്നിട്ട് കല്യാണം നിൽക്കാൻ പാടില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് അകത്തേക്ക് വാ, നമുക്ക് കല്യാണം വേഗം തന്നെ നടത്താം. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, അത് ശരിയാണ് സിദ്ധു, എത്രയും പെട്ടെന്ന് താലികെട്ട് നടത്തണം. അങ്ങനെ വീണ്ടും നാദസ്വരവും കല്യാണമേളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മഹേഷിൻ്റെ ഗുണ്ടകൾ, അതായത് സിദ്ധു രക്ഷപ്പെട്ട ആ ഗുണ്ടകൾ ഉണ്ടായിരുന്നില്ല, രക്ഷപ്പെടുത്തിയെടുത്ത ആ ഗുണ്ടകളാണെങ്കിൽ ഇങ്ങനെ പരസ്പരം ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതിൽ കേമനായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ഇത്ര പേരുണ്ടായിട്ടും ഒരുത്തനെ പിടിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോടാ, നാണക്കേട് തന്നെ. മഹേഷിനോട് എന്താടാ മറുപടി പറയുക? അവൻ നമ്മളെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വരിക. പക്ഷെ അങ്ങോട്ടേക്ക് വന്നത് മഹേഷ് ആയിരുന്നില്ല, മേഘയായിരുന്നു. മഹേഷ് മാത്രമല്ല, ഞാനും നിങ്ങളടുത്ത് കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ വലിയ ഗുണ്ടകളാണെന്നാണ് മഹേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേഘ അവരോട് നേരെ തട്ടിക്കയറുകയാണ്. കല്യാണം കഴിയുന്ന ഒരു ദിവസം പോലും സിദ്ധാർത്ഥിനെ നിങ്ങളുടെ ഉള്ളിൽ അടച്ചിട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? മേഘ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിക്കുകയാണ്. അവന്മാർ തലതാഴ്ത്തി നാണക്കേടോടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അവനെ രക്ഷപ്പെടാനാണെങ്കിൽ പിന്നെ നിങ്ങൾ പൂട്ടിയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ബുദ്ധി അല്പം പോലും നിങ്ങൾക്കൊന്നും ഇല്ലേ? പോത്തിനെ പോലെ വളർന്നല്ലോ. കുറച്ചുപോലും കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമല്ലേ ഇത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല മാഡം, അവൻ മരിച്ചു എന്നാണ് കരുതിയത്. അത് കേട്ടതും മേഘ അവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് സിദ്ധുവിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കല്യാണം കഴിയുന്നത് വരെ അവനെ കെട്ടിയിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ല മാഡം, മഹേഷാണ് പറഞ്ഞത് അവനെ കൊന്നിട്ട് കിണറ്റിൽ കൊണ്ടിടാൻ. അത് കേട്ടതും മേഘ ആകെ ഷോക്കായി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സിദ്ധുവിൻ്റെ കഴുത്തിൽ അതുപോലെ ഒരു കവറിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് അവനെ കൊന്നിട്ട് കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത്. അവൻ്റെ മുഖത്ത് ഇട്ട സമയത്ത് തന്നെ അവൻ്റെ ശ്വാസം മുഴുവനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ മരിച്ചു എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ അവനെ കിണറ്റിൽ കൊണ്ടിട്ടത്. അയാൾ യാതൊരു കൂസലുമില്ലാതെ പറയുന്നത് കേട്ടപ്പോൾ മേഘ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ സ്വപ്നത്തിൽ പോലും സിദ്ധാർത്ഥിനെ കൊല്ലണം എന്നുള്ള കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവനെ കൊന്നു കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിന്ന് പോവും. അവൾക്ക് സിദ്ധാർത്ഥിൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അയാളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവൻ മരിച്ചു എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം വിട്ടതെന്നൊക്കെ പറഞ്ഞ സമയത്ത് മേഘ ശരിക്കും ഞെട്ടിപ്പോവാണ്. എന്താ താൻ പറഞ്ഞത്? സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടി മഹേഷാണ് നിങ്ങളോട് പറഞ്ഞതെന്നോ? അതെ മാഡം, പോയി എല്ലാം പോയി. മേഘയ്ക്ക് തീരെ ക്ഷമിക്കാനാവുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ വെറുതെ തന്നെ സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ട് വന്നത് വലിയൊരു കേസായിട്ട് മാറും. അതിന് പുറമെ ഇനി അവനെ കൊല്ലാൻ കൂടി ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ.
അവൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? അവനെ കൊല്ലാൻ ശ്രമിച്ച് വന്നിരിക്കുന്നു. ഇനി നിങ്ങളെ പോലീസ് വെറുതെ വിടുന്നു നിങ്ങൾ വിചാരിക്കണ്ട. സിദ്ധാർത്ഥ് ഇറങ്ങി തിരിച്ചാ നിങ്ങളുടെ കാര്യത്തിന് തീരുമാനമാവും. നിങ്ങൾ കാരണം മഹേഷ് എന്തായാലും പോലീസിൽ പിടിക്കപ്പെടാൻ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. മഹേഷ് പോലീസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും തീർന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കമ്പി എണ്ണാം. ഈ പ്ലാൻ ആരാണ് മഹേഷിന് പറഞ്ഞു കൊടുത്തതെന്ന് പോലീസ് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം പോലീസുകാർ എൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും നിൽക്കുക. മേഘ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ട് അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഞാനാണ് മഹേഷിന് സിദ്ധുവിൻ്റെ മാസ്ക് ഉണ്ടാക്കി കൊടുത്ത് അവനെ കല്യാണ മണ്ഡപത്തിലേക്ക് അയച്ചതെന്ന് പോലീസ് അറിഞ്ഞു എന്ന് വെക്ക്. അത്രയേ വേണ്ടൂ. ഈ ജീവിതകാലം മുഴുവൻ പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ എനിക്കെതിരെ കേസുണ്ടാക്കിയിട്ട് അവരെന്നെ ജയിലിലടക്കും. മേഘ വല്ലാതെ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. മേഘയുടെ ഷോക്കിങ് കണ്ടിട്ട് അയാളും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. നീ കാരണം എല്ലാം പോയി. മേഘ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എന്നാണോ മഹേഷിനെ ഇനി പിടിക്കുന്നത് അന്നത്തോടെ എൻ്റെ കാര്യവും കഴിഞ്ഞു. ഇല്ല മാഡം, സിദ്ധാർത്ഥിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതെ, നിങ്ങളെ നന്നായിട്ട് പിടിക്കും. അവനെ നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അവനെ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടതിന് ശേഷം ഇനി പോയി അവനെ പിടിക്കുന്നു. നാണയില്ലേ നിങ്ങൾക്ക് പറയാനേ? മേഘയുടെ ദേഷ്യം പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം പറയാം. സിദ്ധാർത്ഥിൻ്റെ കണ്ണിലോ പോലീസിൻ്റെ കണ്ണിലോ പെടാതെ എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്ക്. അത്രയേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ശരി മാഡം, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. മേഘയ്ക്ക് അവരെ കാണും തോറും അരിശം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നുകൊണ്ട് പോകുന്നുണ്ട്. മേഘയ്ക്ക് അവളുടെ നിരാശ മാറുന്നുണ്ടായിരുന്നില്ല. തൻ്റെ പ്ലാൻ സ്പോയിലായതിൻ്റെ ആ ഒരു ടെൻഷനും അതിന് പുറമെ മഹേഷിനെ ഇനി പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിദ്ധുവും ചന്ദ്രികയും എന്നെ കൊന്നു കുഴിച്ചു മൂടും. ഇനി എന്താ ചെയ്യുക? മേഘയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതേസമയം മണ്ഡപത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥിനെ വാസുവും മഹേന്ദ്രനും അതുപോലെ ചന്ദ്രികയെ ലക്ഷ്മിയും അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരികളൊക്കെ ചേർന്നിട്ട് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് നോക്കി പ്രണയത്തോടു കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. അതിന് പുറമെ അവിടെ മണ്ഡപത്തിൽ ഇരുന്നപ്പോൾ തന്നെ സിദ്ധു വേഗം മലറിനെ വിളിച്ചിട്ട് തൻ്റെ അടുത്ത് പിടിച്ചിരുത്തുവാണ് മടിയിൽ. അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. എൻ്റെ പൊന്നുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കവിളിൽ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ എനിക്കതെല്ലാം മനസ്സിലാവാത്തത്, എല്ലാവരും കമൻറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരാളുടെ മാസ്ക് ധരിച്ചെന്ന് വെച്ച് മാനരസങ്ങളും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് മുഖത്തുള്ളൊരു ഫേസ് മാസ്ക് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ ആൾ തന്നെ പാടെ മാറുന്നത് എങ്ങനെയാണെന്ന് ഇവരെ അവർ ലോജിക്കില്ലാത്ത കഥയായിട്ടായിരുന്നു ഇവർ കൊണ്ടുപോയത്. അത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രിക ഇപ്പോൾ അതിശയത്തോടു കൂടി സിദ്ധുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മലറിനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ട്. തൊട്ട് മുമ്പാണെങ്കിൽ തൻ്റെ കൂടെ ഇരുന്ന മഹേഷ് എന്ന സിദ്ധാർത്ഥ് മലറിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നൊക്കെ അവൻ നന്നായിട്ട് കണ്ടതാണ്. അവൾ അടുത്ത് വേണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല താലി കെട്ടാൻ വേണ്ടിയിട്ട്. പൂജാരി പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവസാനമായിട്ട് സിദ്ധാർത്ഥിന് താലി എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രികയുടെ സമ്മതം വാങ്ങിയിട്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. ചന്ദ്രിക ദൈവത്തിലെ വിശ്വാസം അർപ്പിച്ച് കണ്ണുകളടച്ചിങ്ങനെ പ്രാർത്ഥന നിരതിയായിട്ട് നിൽക്കുകയാണ്. സഭയിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് രണ്ടുപേരുടെയും ദേഹത്തേക്ക് അനുഗ്രഹത്തിനുള്ള പൂക്കളൊക്കെ ചൊരിയുകയാണ്. ജാനകിയുടെയും വാസുവിൻ്റെയും ഒക്കെ കണ്ണ് നിറയുന്നുണ്ട്. ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ സന്തോഷത്താൽ കണ്ണു നിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ അഗ്നിയെ സാക്ഷിയാക്കിയിട്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടു കൂടി കണ്ണ് നിറച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതിനുശേഷം പൂജാരി കുങ്കുമം എടുത്തു കൊടുക്കുകയാണ് ചന്ദ്രികയുടെ നെറുകയിൽ വെക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥിനി. അവൻ അതിൽ നിന്നും കുങ്കുമം എടുത്തിട്ട് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. നെറുകയിൽ സിന്ദൂരം വെച്ചതിന് ശേഷം താലിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയാണ്. അതുപോലെ സിദ്ധാർത്ഥ് അങ്ങനെയും ചെയ്യുന്നുണ്ട്. ജാനകിയൊക്കെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ആ കാഴ്ച കണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് ചാർത്തിയ ആ ഒരു താലി കണ്ണുകൾ കൊണ്ട് തൊഴുതിട്ട് ചന്ദ്രിക നിൽക്കുകയാണ്. തൻ്റെ മകൾക്ക് വീണ്ടും ഒരു വിവാഹ ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ മഹേന്ദ്രനും ലക്ഷ്മിയുടെ ഒക്കെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. കല്യാണത്തിന് ശേഷം പെണ്ണിനോടും ചെറുക്കനോടും പൂജാരി എഴുന്നേൽക്കാൻ പറയാണ്. അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിക്ക് 3 വട്ടം വലം വെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചെറുവിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അഗ്നിയെ വലം വെക്കുകയാണ്. അങ്ങനെ അവരുടെ നാട്ടിൽ ആ ഒരു ആചാരപ്രകാരം കാലിൽ മിഞ്ചി അണിയാൻ വേണ്ടിയിട്ട് ജാനകി പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് വാങ്ങിയിട്ട് അത് ചന്ദ്രികയുടെ കാലിൽ അണിഞ്ഞു കൊടുക്കുകയാണ്. 2 കാലിൻ്റെ വിരലുകളിലും സിദ്ധാർത്ഥ അത് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക വളരെയധികം സന്തോഷത്തോടുകൂടി സഭയിലിരിക്കുന്നവരെയൊക്കെ നോക്കുവാണ്. കാരണം താനും ഇന്നു മുതൽ ഒരു ഭാര്യയായിരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചെക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറയാണ്. വാസുവിൻ്റെ ജാനകിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് രണ്ടുപേരും. ഒരുപാട് കാലം ദീർഘായുസ്സോടു കൂടി ജീവിക്കാനൊക്കെ അനുഗ്രഹിക്കുകയാണ് ജാനകി. വാസുവും പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ നന്മ കൊണ്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവനും കൊണ്ട് തിരിച്ചു വന്നത് മോനെ. ഇതിനുശേഷം എൻ്റെ ജീവൻ പോയാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല.
അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥും ചന്ദ്രിക അത് തടയാണ്. അച്ഛാ, എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ ഇനി ഒന്നും സംഭവിക്കില്ല. സിദ്ധാർത്ഥ് വാസുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് ലക്ഷ്മിയോടും മഹേന്ദ്രയോടും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അവരുടെ അടുത്താണ് പോകുന്നത്. അവരോട് രണ്ടുപേരോടും അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ചന്ദ്രികയുടെ കൈയെടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, സിദ്ധു, ഇനി മുതൽ ചന്ദ്രിക നിനക്കുള്ളതാണ്. ചന്ദ്രികയെ എപ്പോഴും നീ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊള്ളണം. ഇനി ഞാൻ ചന്ദ്രികയെ വിട്ട് എവിടെയും പോവില്ല, മതിയോ എന്ന് സിദ്ധു ചോദിച്ചപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അതിനുശേഷം മലറിനെ വന്ന് എടുത്തിട്ട് സിദ്ധാർത്ഥ് ഏയ് മലർക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വെക്കുകയാണ്. മലറിനെ നോക്ക് എത്ര സന്തോഷത്തിലുള്ളതെന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ നടുവിലായിട്ട് മലറിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് മലറിൻ്റെ കവിളിൽ ഉമ്മ വെക്കുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു നിൽക്കുന്ന സമയത്താണ് മഹേന്ദ്രൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കമ്മീഷണർ അകത്തേക്ക് വരുന്നത്. അപ്പോൾ സിദ്ധുവിനോട് മഹേന്ദ്രൻ പറയുന്നുണ്ട് കമ്മീഷണർ വന്നിട്ടുണ്ട്, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിദ്ധാർത്ഥ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. മലറിന് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കടയിലേക്ക് പോയതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് മഹേഷ് തലക്കടിച്ചിട്ട് തൻ്റെ ബോധം പോയത് മുതൽ തിരിച്ച് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് മഹേഷിൻ്റെ മുഖംമൂടി അയച്ചതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം സിദ്ധാർത്ഥ് കമ്മീഷണറോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം മലറിനോട് പറയുന്നുണ്ട് സിദ്ധു, മലർ, ആ മഹേഷ് നിന്നോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്ന് സാറിനോട് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ മലരും പറയാണ്, ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നതായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ചിട്ട് മഹേഷ് മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സിദ്ധാർത്ഥിൻ്റെ കഴുത്തറുത്ത് കൊന്നിട്ട് മാത്രമേ ഇനി എന്നെ ഫോൺ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പോഴാണ് മലർ ചോദിക്കുന്നത്, അപ്പോൾ സിദ്ധു അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ സിദ്ധു ഒന്നുമല്ല, ഞാൻ നിൻ്റെ അച്ഛൻ മഹേഷ് ആണെന്നൊക്കെ. അതിനുശേഷം തന്നെ ബാത്റൂമിലേക്ക് പൂട്ടിയിട്ടതും ഒക്കെ പറയാണ്. എല്ലാം കേട്ടതിന് ശേഷം കമ്മീഷണറും പറയുന്നുണ്ട്, മഹേഷ് വലിയൊരു പ്ലാനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് സിദ്ധു ജീവനും കൊണ്ട് തിരിച്ചെത്തിയത്. അത് കേട്ടതും ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും വല്ലാത്ത സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം സിദ്ധാർത്ഥ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമായിരുന്നു. അത് കേട്ട് മഹേന്ദ്രനും പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് സത്യം തന്നെയാണ്, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ജീവിതത്തിൽ സംഭവിക്കുക. എനിക്ക് അങ്ങനെ ഒരു കാര്യം വെറുതെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിച്ച ഓരോരോ കാര്യങ്ങളും മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും എല്ലാവരും പറയുകയാണ്. ജാനകിയൊക്കെ അന്ന് മറ്റേ അമ്പലത്തിൽ വെച്ച് സംഭവിച്ചു സിദ്ധാർത്ഥിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഗുണ്ട വന്നതും അങ്ങനെ വാസുവിന് കുത്തേറ്റ കാര്യങ്ങളും ഒക്കെ കമ്മീഷണറോട് പറയുന്നുണ്ട്. ഇനിയും അവനെ പുറത്ത് ഇതുപോലെ ചുറ്റിയടിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതുമാത്രമല്ല ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും ജീവന് തന്നെ ആപത്താണ്. അവർക്ക് മാത്രമല്ല മലരിൻ്റെ ജീവന് പോലും ഇപ്പോൾ അവനൊരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്രൻ കമ്മീഷണറോട് തൻ്റെ വ്യാകുലതകളൊക്കെ പറയുകയാണ്. ദയവ് ചെയ്ത് മഹേഷിനെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കണം സർ. എൻ്റെ സീനിയർ ഓഫീസറുമായിട്ട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഞാൻ എടുക്കുന്നതാണ്. മഹേഷിൻ്റെ ഫോട്ടോ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് സിറ്റി മുഴുവൻ ഒട്ടിച്ചിട്ട് അവനുള്ള തിരച്ചിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അദ്ദേഹം അവർക്കൊക്കെ ധൈര്യം കൊടുക്കുകയാണ്. അതാണ് സർ വേണ്ടത്. എത്രയും പെട്ടെന്ന് അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുക തന്നെ വേണം. അപ്പോൾ കമ്മീഷണർ പറയേണ്ടി, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടന്നല്ലോ. എനിവേ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയും സിദ്ധാർത്ഥിന് കൈ കൊടുക്കുകയാണ്. സിദ്ധുവും തിരിച്ച് കൈ കൊടുക്കുന്നുണ്ട്. ചന്ദ്രികയും നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം പോകാൻ വേണ്ടി നിന്നപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഭക്ഷണമൊക്കെ റെഡി ആയതാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പക്ഷേ അയാൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിച്ചത്, ഇനിയൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാണ്. അദ്ദേഹം പോയതിനു ശേഷം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥും ചന്ദ്രികയും നടുവിലായിട്ട് മലരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രനൊക്കെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അങ്കിൾ, നിങ്ങളെന്തിനാ ഇപ്പോൾ ഭക്ഷണം വിളമ്പാൻ നിന്നത്? വാ, എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് കഴിക്കാം. ഇല്ല സിദ്ധു, ആദ്യം നിങ്ങൾ കഴിക്കുക, അതിനുശേഷം ഞങ്ങൾ കഴിച്ചോളാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, ഇന്ന് നമ്മൾ എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ ജാനകിയോടും വാസുവിനോടും ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ജാനകി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ, ചന്ദ്രിക ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? ഇതുപോലൊരു സന്ദർഭം ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. ജാനകി പറയുന്നത് ശരിയാണ് ഏട്ടാ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം. ലക്ഷ്മിയും സമ്മതിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ഭക്ഷണം വിളമ്പുന്ന ആളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കും കൂടെ ഭക്ഷണത്തിനുള്ള ഇല വെച്ചോന്ന്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ചന്ദ്രികയും സിദ്ധു ആണെങ്കിൽ പ്രണയത്തോടു കൂടി കണ്ണുകളിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഭക്ഷണം കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മലര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഭക്ഷണം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ മലരോട് ചോദിക്കുകയാണ്, ഇതെന്താ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുന്നത്? അത് കേട്ടതും ചന്ദ്രികയ്ക്കും സിദ്ധുവിനും നാണായി. കാരണം എല്ലാവരും അത് കേട്ടിട്ടുണ്ടല്ലോ. വാസുവും ജാനകിയൊക്കെ കളിയാക്കി ചിരിക്കുകയാണ്. ചന്ദ്രിക വേഗം ഭക്ഷണം എടുത്ത് കഴിക്കുന്ന സമയത്ത് മലര് സിദ്ധുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് ആദ്യം ഭക്ഷണം വരുത്താം.
ഓ ശരിയടാ മലർക്കുട്ടി എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. സിദ്ധാർത്ഥ് തൻ്റെ നേരെ ഭക്ഷണമായിട്ട് വന്നപ്പോൾ മലര് പറയുന്നുണ്ട്, എനിക്കല്ല അച്ഛാ, അമ്മയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അത് കേട്ടത് ചന്ദ്രിക ആകെ നാണത്തോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവും ചമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലര് പറഞ്ഞത് കേട്ട് ജാനകിയും വാസുവും ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ആകെ ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് സിദ്ധു പറയുന്നുണ്ട്, ഏയ് അമ്മയ്ക്ക് കൊടുക്കൊന്നും വേണ്ടടാ. അച്ഛാ ഇപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഏയ് മലർ മിണ്ടാതിരിക്ക്, ചന്ദ്രിക പറയുന്നുണ്ട്. ഇപ്പം എന്തിനാ എനിക്ക് വാരിത്തരാൻ വേണ്ടി പറയുന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെക്കൻ പെണ്ണിന് ഭക്ഷണം വാരിക്കൊടുക്കണം, പെണ്ണ് ചെക്കനും വാരിക്കൊടുക്കണം. ഏയ് എല്ലാവരും അതിശയത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞു തന്നത്? ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കേട്ടത് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. സിദ്ധു പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ഈ കുറുമ്പി സംസാരിക്കുന്നത് നോക്കമ്മ. അച്ഛാ പറയുന്ന കേക്ക്, ആദ്യം അമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്ക്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, സിദ്ധു നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, നീ ചന്ദ്രയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തേ മതിയാവൂ. വാരിക്കൊടുക്കച്ചാ. സിദ്ധു ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. മലർ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല മിണ്ടാതിരിക്കൂല അച്ഛാ, അച്ഛനോടല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് വാരിക്കൊടുക്കാൻ. സിദ്ധു മലറൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, നീ ചന്ദ്രയ്ക്ക് വാരിക്കൊടുക്ക്. അയ്യോ എന്തിനാ മലർക്കുട്ടി ഇങ്ങനെ നീ വാശി പിടിക്കുന്നത്? ചന്ദ്രിക ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്. അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മ, മിണ്ടാതിരിക്കേ. മലര് പറഞ്ഞത് കേട്ടത് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അച്ഛാ അമ്മയ്ക്ക് വാരിക്കൊടുക്ക്. അതെ അതെ എനിക്കൊന്നും അറിയില്ല, നിനക്ക് എല്ലാം അറിയാം. ചന്ദ്രികയും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ മലറിൻ്റെ നിർബന്ധപ്രകാരം സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവളത് കഴിച്ചപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ ഇനി അച്ഛൻ അമ്മ കൊടുക്ക്. അയ്യോ എൻ്റെ മലർക്കുട്ടി, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? പറയുന്നത് കേൾക്കമ്മ, അച്ഛന് വാരിക്കൊടുക്ക്. ചന്ദ്രിക മലര് പറയുന്ന കേട്ടില്ലേ, നീയും സിദ്ധുവിന് വാരിക്കൊടുക്ക്. ലക്ഷ്മി പറയുന്നുണ്ട്. അയ്യോ എനിക്കാകെ നാണാവുന്നു അമ്മ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മ, അച്ഛന് ഭക്ഷണം വാരിക്കൊടുത്തേ മതിയാവൂ. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, ഇതിൽ നാണിക്കാനൊന്നും ഇല്ല ചന്ദ്രിക, നീ സിദ്ധുവിന് ഭക്ഷണം വാരിക്കൊടുക്ക്. അങ്ങനെ ചമ്മലോടാണെങ്കിലും മലറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രിക സിദ്ധാർത്ഥിനും ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.